തിരുവെഴുത്തുകളെ അംഗീകരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് വേണം. തിരുവെഴുത്തിന്റെ മുന്നിൽ കീഴ്പ്പെടുന്ന ഒരു സ്വഭാവം നമുക്ക് വേണം. തിരുവെഴുത്തിന്റെ മുന്നിൽ നമ്മെ തന്നെ താഴ്ത്തുന്ന ഒരു സ്വഭാവം നമുക്ക് വേണം. എല്ലാറ്റിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവമല്ല നമുക്ക് വേണ്ടത്. കുറ്റം പറയുന്നത് തന്നെ സ്വഭാവമാക്കി മാറ്റിയാൽ അത് ക്രമേണ പൈശാചിക അടിമത്തത്തിലേക്ക് അത് അവരെ കൊണ്ടുപോകും. ദൈവത്തിന്റെ സാന്നിധ്യങ്ങളും കൃപകളും അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും. അഭിഷേകം പ്രാപിച്ചവർ, അന്യഭാഷ പറയുന്നവർ, ദർശനങ്ങൾ കാണുന്നവർ, പ്രവചിക്കുന്നവർ, നിങ്ങൾ കുറ്റം പറയുന്ന സ്വഭാവത്തോടെ ഇരിക്കുന്നുണ്ടോ, നിങ്ങളുടെ കൃപകളെയും നിങ്ങളുടെ ദൈവ സാന്നിധ്യത്തെയും നിങ്ങൾ നഷ്ടമാക്കും. ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിക്കുന്നവർ, ആരാധിക്കുന്നവർ കുറ്റം പറയുന്ന സ്വഭാവത്തിൽ ഇരിക്കരുത്. കുറ്റം പറച്ചിൽ തന്നെ ഒരു പ്രകൃതമാക്കി വെച്ചേക്കരുത്. ആ സ്വഭാവത്തിൽ നിന്നും പുറത്തു വാ. ചിലർക്ക് മുറുമുറുക്കുന്നതാണ് സ്വഭാവം. ഇസ്രായേൽ മക്കളെ കുറിച്ച് മോശ മുഖാന്തരം അവർ വഴി നടത്തപ്പെട്ടപ്പോൾ അവരുടെ ജീവിതയാത്ര മുഴുവനും അവരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: അവർ മുറുമുറുക്കുന്ന സ്വഭാവമുള്ളവരാണ്. എല്ലാവരും മുറുമുറുക്കുന്ന സ്വഭാവമുള്ളവരല്ല, നല്ല ആളുകൾ അതിലുണ്ട്. എങ്കിലും ജനറലി അവരെ കുറിച്ച് പറയുകയാണ് മുറുമുറുക്കുന്ന സ്വഭാവമുള്ളവരാണ്. എന്തൊക്കെ കിട്ടിയാലും നന്ദി പറയുന്നതിനേക്കാൾ അവർ മുൻസ്ഥാനം കൊടുത്തത്, നന്ദി പറയുന്നതിനേക്കാൾ മുൻസ്ഥാനം കൊടുത്തത് മുറുമുറുക്കുവാനാണ്. ഏതിനാണ് മുൻസ്ഥാനം? നന്ദി പറയുവാനാണോ മുറുമുറുക്കുവാനാണോ?